കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഈ മാസം 10-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡിൽ പരസ്യപ്രചരണം ഇന്ന് സമാപിക്കും. 3 ആഴ്ചയിലധികം നീണ്ടുനിന്ന പ്രചരണത്തിന് ശേഷം ആലഞ്ചേരി വാർഡിലെ വോട്ടർമാർ ചൊവ്വാഴ്ച ജനവിധി രേഖപ്പെടുത്തും. ഏരൂർ സ്കൂളിൽ വെച്ചാണ് വോട്ടെടുപ്പ്. അതേസമയം പ്രചരണം അവസാന ലാപ്പിലെത്തി നിൽക്കെ ഇടത് വലത് മുന്നണികളും NDAയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം കൂടിയാണ് ആലഞ്ചേരി ഉപതെരഞ്ഞെടുപ്പ്. സിറ്റിംഗ് വാർഡ് നിലനിർത്തുക എന്നത് തന്നെയാണ് ഇടതുമുന്നണിയെ, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് വലിയ കടമ്പ. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ BJPക്കും ഈ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയാണ് നൽകിയിരിക്കുന്നത്. UDFും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിലൂടെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇതിനോടകം നിരവധി തവണ വീടുകളിൽ നേരിട്ടെത്തി വോട്ടഭ്യർത്ഥിച്ചു കഴിഞ്ഞു. സ്ലിപ്പും അഭ്യർത്ഥനയും നൽകുന്ന തിരക്കിലാണ് 3 മുന്നണികളുടെയും പ്രവർത്തകർ. വീടുകളിൽ വോട്ട് തേടിയെത്തുമ്പോൾ വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും വാർഡിൽ ഇക്കുറിയും ഇടതുമുന്നണി തന്നെ വിജയിക്കുമെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി SR മഞ്ജു പറഞ്ഞു. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം അവസാനവട്ടം വീടുകൾ കയറിയുള്ള പ്രചരണ തിരക്കിലായിരുന്നു മഞ്ജു. 17-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. എല്ലാ വീടുകളിലും കയറിയിറങ്ങുകയും എല്ലാ വോട്ടർമാരെയും കാണുകയും ചെയ്തു. നല്ലൊരു പിന്തുണയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വോട്ടർമാരും സഹകരിച്ച് എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. വിശ്വാസമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. കാരണം എനിക്ക് എല്ലാ വീടുകളും നല്ല പരിചയമാണ്. കാരണം ഞാൻ ഈ കോവിഡ് കാലഘട്ടത്തിലെല്ലാം മിക്ക വീടുകളിലും ഞാൻ ചെയ്യുകയും എന്നെ കൊണ്ടൊക്കുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വീടുകളും എനിക്ക് സുപരിചിതമാണ്. എന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എങ്ങുമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ വീടുകളിലും ആദ്യ റൗണ്ട് തന്നെ കയറി ഇറങ്ങിയത്. അവിടെ എല്ലാം എനിക്ക് നല്ല പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. എനിക്കതിൽ വളരെ ആത്മവിശ്വാസമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട താൻ കഴിഞ്ഞ 4 വർഷവും വാർഡിലെ സജീവ സാന്നിധ്യമായിരുന്നുവെന്നും ഇത് തനിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും NDA സ്ഥാനാർത്ഥി M ഷൈനി പറഞ്ഞു. സാധാരണക്കാരിയായ തന്നെ നാട്ടിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ലെന്നും ഇത് അനുകൂല ഘടകമാണെന്നും ഷൈനിയും BJPയും വിശ്വസിക്കുന്നു. 10-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, അനുഗ്രഹം വോട്ടായി തന്നു എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം വാർഡിൽ സജീവമായിട്ട് പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിനും മുൻപന്തിൽ. അത് ഒരു രാഷ്ട്രീയമോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എല്ലാവരെയും തുല്യമായിട്ട് കണ്ട് അവരോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്ന ഒരാളാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കയറി വന്നെങ്കിലും തുച്ഛമായിട്ടുള്ള വോട്ടിന് എനിക്ക് വാർഡ് നഷ്ടപ്പെട്ടു പോയി. ഈ പ്രാവശ്യം എല്ലാ വീടും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ എല്ലാം ഇതിൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയം ഉറപ്പാണെന്ന് നമുക്ക് കരുതാം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നല്ല വിജയത്തിലായിട്ട് NDA വരുമെന്നുള്ള ഒരു പ്രതീക്ഷിക്കുന്നു. അവസാനഘട്ട പ്രചരണ പ്രവർത്തനത്തിലാണ് NDA പ്രവർത്തകർ. അതേസമയം അനൈക്യങ്ങളെല്ലാം മറന്ന് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഓരോ ദിവസവും ഉന്നത നേതാക്കൾ നേരിട്ടാണ് വീട് കയറിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വലിയ പ്രതീക്ഷയാണുള്ളതെന്നും ഇക്കുറി ആലഞ്ചേരി വാർഡ് UDF തിരിച്ചുപിടിക്കുമെന്നും UDF സ്ഥാനാർത്ഥി സുജ വിൽസൺ പറഞ്ഞു. 100% വിജയപ്രതീക്ഷയാണ്. വീടുകളിലെല്ലാം നല്ല റെസ്പോൺസാണ്. നല്ല കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. UDFൻ്റെ വിജയം ഇപ്രാവശ്യം 100% ഉറപ്പാണ്. എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി നിന്ന് എനിക്ക് വേണ്ടി നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം എപ്പോഴുമുണ്ട്. അതിൽ വിജയിക്കുമെന്നുള്ള പ്രത്യാശയോടെ. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ത്രികോണ പോരാട്ടം നടക്കുന്ന ആലഞ്ചേരിയിൽ ആര് വിജയിക്കുമെന്നത് പ്രവചനാതീതമാണ്. എന്തു തന്നെയായാലും 3 മുന്നണികളെ സംബന്ധിച്ചും നിർണായകമാണ് ആലഞ്ചേരി വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. നാട്ടുവാർത്ത, അഞ്ചൽ.